ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഡാലിയ കളക്ഷൻസ്. ഞാൻ അഞ്ജു. നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് ഓഫർ വീഡിയോ ആണ്. റെഡ്മെയ്ഡ്സ് ആണ് നമ്മൾ ഇന്നെല്ലാം കാണാൻ പോകുന്നത് കേട്ടോ. എല്ലാത്തിൻ്റെയും ഒറിജിനൽ പ്രൈസ് വീഡിയോയിൽ ഉണ്ടാവും, നമുക്ക് സ്ക്രീനിൽ കാണാം. അതിന്റെ ഹാഫ് പ്രൈസ് 50% ഓഫറിലാണ് നമ്മൾ ഇന്നെല്ലാം കൊണ്ടുവന്നിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് കളക്ഷൻസ് കാണാം. ഫസ്റ്റ് ഐറ്റം വരുന്നതാണ് നല്ലൊരു കോട്ടൺ കോഡ് സെറ്റ് ആണ് വരുന്നത്. നല്ലൊരു പ്ലീറ്റഡ് പാറ്റേണിലേക്ക് വരുന്ന പ്യുവർ കോട്ടണിൽ വരുന്ന കോഡ് സെറ്റ് ആണ് കേട്ടോ. എലൈൻ പാറ്റേണിലേക്കാണ് വരുന്നത്. നല്ല പ്ലെയർ ആയിട്ട് വരുന്നുണ്ട്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. ലൈനിങ്ങോട് കൂടിയിട്ടാണ് ബോഡി വരുന്നത്. വിത്തൗട്ട് ലൈനിങ്ങിലാണ് സ്ലീവ് വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെയാണ് കേട്ടോ. ബാക്കിലേക്ക് ഇതുപോലെ ഇലാസ്റ്റിക്കും ഫ്രണ്ടിലേക്ക് പടിയുമായിട്ട് വരുന്നു. എങ്ങനെ അത്യാവശ്യം ലൂസ് ആയിട്ടുള്ള ഒരു ബോട്ടം ആണ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുന്നത് 1045 ആണ്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു അനാർക്കലി സെറ്റ് ആണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നല്ല പ്ലെയർ ആയിട്ടുള്ള പ്ലീറ്റഡ് പാറ്റേണിൽ ഇതുപോലെ, പ്ലീറ്റഡ് അല്ല, ഇതുപോലെയാണ് വരുന്നത്. പാനൽ കട്ടിൽ ഫാബ്രിക്കിൽ ഇതുപോലെ വരുന്നത്. കലങ്കാരി പ്രിന്റുകളാണ് വരുന്നത്. നല്ല കോട്ടൺ ഫാബ്രിക് ആണ്. നല്ല ഭംഗിയായിട്ട് ഒരു പാർട്ടി വെയർ ആയിട്ട് പോലെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നുണ്ട്. ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ഇങ്ങനെ വരുന്നു. സ്ലീവ് ഒരു 3/4 സ്ലീവ് ആണ് വരുന്നത്. സ്ലീവിന്റെ എൻഡിലേക്ക് അതുപോലെ ചെറിയൊരു വർക്ക് അതിലേക്കും കൊടുക്കുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള ത്രെഡ് വർക്കും സീക്വൻസും വന്നിട്ടുള്ള പാറ്റേൺ ആണ് വരുന്നത്. യൂനെക്ക് വന്നിട്ട് ചെറിയൊരു വി പാറ്റേൺ, സ്ലിറ്റഡ് പാറ്റേൺ വരുന്നുണ്ട്. ഇതിന്റെ ഷോള് വരുന്നത് ഇതാണ്, ഷിഫോൺ ഷോളാണ് വരുന്നത്. ഷോളിന്റെ എൻഡിലേക്ക് ആ ഒരു ചെറിയൊരു പൈപ്പിംഗ് പോലെ കൊടുക്കുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് ഇതാണ്. ഇങ്ങനെ എല്ലാത്തിൻ്റെയും പ്രൈസ് ഞാൻ പറഞ്ഞു പോകുന്നില്ല, എല്ലാം സ്ക്രീനിൽ ഉണ്ടാവും കേട്ടോ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്ന ഒരു കോട്ട് സെറ്റ് തന്നെയാണ്. നല്ല ഭംഗിയായിട്ടൊരു പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത്. ഇതുപോലെ മസ്ലിൻ സിൽക്കിന്റെ ആ ഒരു ഫാബ്രിക്കിലേക്കാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. ഇങ്ങനെ നല്ല ഹെവി ആയിട്ടുള്ള ഹാൻഡ് വർക്ക് അതിലേക്ക് പോകുന്നുണ്ട് കേട്ടോ. ബോട്ടം വരുന്നത് പ്ലെയിൻ ആയിട്ടാണ് ഇതുപോലെ. ലൈനിങ് ഇല്ല കേട്ടോ ഇതിൽ. വരുന്നത് കോട്ട് സെറ്റ് തന്നെയാണ് കേട്ടോ. നല്ലൊരു കോട്ടൺ കോട്ട് സെറ്റ് ആണ്. അതായത് ഇതുപോലെ യോക്കിലേക്ക് ഒരു പാച്ച് കൊടുത്തിട്ട് അതിലേക്ക് ഹാൻഡ് വർക്കും മിറർ വർക്കും ചെയ്തിട്ടുണ്ട്. സ്റ്റിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് ഇതുപോലെ. ഇതാണ് ബോട്ടം വരുന്നത്. നെക്സ്റ്റ് വരുന്നത് കോട്ട് സെറ്റ് തന്നെയാണ്. കോട്ടൺ കോട്ട് സെറ്റ് ആണ് കേട്ടോ. ഇതാ ഇങ്ങനെയാണ് വരുന്നത്. നല്ല ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലേക്ക് വരുന്നു. 3/4 സ്ലീവ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നത്. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെയും കൂടെയാണ് വരുന്നത്. സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ബോട്ടം വരുന്നത് സെയിം ഇങ്ങനെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് കോട്ടൺ കോട്ട് സെറ്റ് തന്നെ. നല്ല ഭംഗിയായിട്ടുള്ള കാന്ത കോട്ടൺ ആണ് കേട്ടോ ഇതിലേക്ക് വരുന്നത്. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെയുമാണ് വരുന്നത്. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത് ഇതുപോലെ. ബോട്ടം വരുന്നത് സെയിം മെറ്റീരിയൽ, സെയിം ഇങ്ങനെ. നെക്സ്റ്റ് വരുന്നത് കുർത്തിയാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ട് നമുക്ക് ഡെയിലി വെയർ ആയിട്ടൊക്കെ നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ലൊരു ബ്ലൂ ഷെയ്ഡിലേക്ക് വരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ചെറിയൊരു ഹാൻഡ് വർക്ക് ഇതിൽ ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആയിട്ട് വരുന്നു. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ വരുന്നത് ഇതുപോലെ. ഇതിനൊക്കെ എല്ലാത്തിൻ്റെയും സൈസസ് അവൈലബിൾ ആയിരിക്കില്ല കേട്ടോ. എല്ലാത്തിൻ്റെ 1-2 സൈസ്, ചിലതിൻ്റെ ഒരു സൈസൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഏത് സൈസാണ് വേണ്ടതെന്ന് എൻക്വയറി ചെയ്യുമ്പോൾ അതുപോലെ സൈസും കൂടെ മെൻഷൻ ചെയ്യാനായിട്ട് മറന്നു പോകരുത് കേട്ടോ. അടുത്ത് നോക്കാം. നെക്സ്റ്റ് വരുന്നൊരു വൈറ്റ് കളർ കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള ഇതുപോലെ എന്താ പറയുക, ഇതുപോലെ ചെറിയൊരു പടി കൊടുത്തിട്ട് അതിലേക്ക് ബട്ടണാണ് പോകുന്നത്. അതിൻ്റെ എൻഡ് ഭാഗത്തേക്ക് ചെറിയൊരു സ്ലിറ്റ് വരുന്നുണ്ട്. ആ സ്ലിറ്റിന്റെ മേലെ വരെയാണ് ലൈനിങ് അറ്റാച്ച് ചെയ്തേക്കുന്നത് കേട്ടോ. സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ചെറിയൊരു പടി കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് സെൽഫായിട്ടുള്ള ഒരു ഡിസൈൻ വരുന്നുണ്ട്. നല്ല ഭംഗിയായിട്ടുള്ള കോട്ടൺ കുർത്തിയാണ്. കോളർ പാറ്റേണിലേക്ക് വരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെ. അടുത്ത നോക്കാം. നമുക്ക് ഡെയിലി വെയറായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന കോട്ടൺ കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള പാറ്റേൺ ആണ്. ഇതുപോലെ വരുന്നു. സ്ലീവ് ലൈനിങ് ഇല്ല. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ട് സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. വരുന്നത് കോട്ടൺ കുർത്തി തന്നെ. ഡെയിലി വെയർ ആയിട്ട് ഉപയോഗിക്കാം. ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോഡിയിലേക്ക്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ സൈസ് വരുന്നത് 5XL ആണ് കേട്ടോ. ഇതിന്റെ 5XL സൈസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. സ്ലിറ്റഡ് ആയിട്ടാണ് കേട്ടോ വരുന്നത്. ഇങ്ങനെ ലൈനിങ് കൊണ്ട് കൂടിയിട്ട് വരുന്നു. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് റോമൻ സിൽക്ക് ഫാബ്രിക്കിൽ നല്ലൊരു ലൈറ്റ് ലാവൻഡർ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. സെൽഫ് ആയിട്ടുള്ള ഒരു ഡിസൈനും അതുപോലെ തന്നെ നല്ല ഭംഗിയായിട്ട് നെക്ക് ലൈനിലേക്ക് ഹാൻഡ് വർക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ബുള്ളിയൻ റോസ് ഒക്കെ ചെയ്തിട്ടുള്ള നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഹാൻഡ് വർക്ക് വരുന്നുണ്ട് കേട്ടോ. സ്ലീവ് 3/4 ആണ്. ചെറിയൊരു പടി കൊടുത്ത് എൻഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡിയിലേക്കും ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മെറ്റീരിയൽ ആണ്. നെക്സ്റ്റ് വരുന്നു ആ ഒരു സെയിം ഫാബ്രിക് തന്നെയാണ്. ഒരു വീനെക്ക് പാറ്റേണിലേക്ക് വരുന്നു. ആ വീനെക്കിന്റെ 2 സൈഡിലേക്ക് നല്ല ഭംഗിയായിട്ടുള്ള സിമ്പിൾ ആയിട്ടുള്ള നല്ല ഹാൻഡ് വർക്കാണ് ഇതിലേക്ക് ചെയ്തേക്കുന്നത്. നല്ല ഭംഗിയുള്ള ഒരു മാംഗോ യെല്ലോ കളർ ഷെയ്ഡിലേക്ക് വരുന്നു. 3/4 സ്ലീവ് ആണ്. ബാക്ക് സൈഡ് ഇതുപോലെ വരുന്നു. സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബോഡിയിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നെക്സ്റ്റ് വരുന്നു നല്ല പ്ലീറ്റ് ആയിട്ടുള്ള ഒരു പാറ്റേൺ ആണ്. ബ്ലാക്ക് കളറിലേക്കാണ് വരുന്നത്. നല്ല ഭംഗിയായിട്ടുള്ള ഒരു ത്രെഡിന്റെ ബ്രോഡ് ട്യൂബ് ഒക്കെ ഇതിലേക്ക് ചെയ്തിട്ടുണ്ട്. ഇത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. സ്ലിറ്റഡ് ആണ്. സ്ലിറ്റഡ് ആണെങ്കിലും പക്ഷെ നമുക്കതൊരു സ്ലിറ്റഡ് ആയിട്ട് ഫീൽ ചെയ്യില്ല. നല്ല പ്ലെയർ ആയിട്ട് കിടക്കുന്നതാണ് കേട്ടോ. കണ്ടോ, ഇതുപോലെ സ്ലിറ്റഡ് ഉണ്ട്. ലൈനിങ്ങും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെയാണ് വരുന്നത്. സ്ലീവിലേക്ക് ലൈനിങ് അറ്റാച്ച് ചെയ്തിട്ടില്ല. ഇതാണ് ബാക്ക് സൈഡ് വരുന്നത്. നല്ല പ്ലെയർ ആയിട്ട് കിടക്കുമ്പോൾ നമുക്ക് വണ്ണമുള്ളതൊക്കെ നല്ല ഒതുങ്ങി വയറൊന്നും കാണാത്ത രീതിയിൽ കിടക്കുന്നതാണ് കേട്ടോ. നെക്സ്റ്റ് വരുന്നത് വിചിത്ര സിൽക്കിലെ ഒരു വൈറ്റ് ആൻഡ് റെഡ് കളർ കോമ്പിനേഷനിലേക്ക് വരുന്നത്. പ്ലേറ്റഡ് പാറ്റേൺ ഒരു ചെസ്റ്റ് പോർഷനിലേക്ക് ഇതുപോലെ ത്രെഡ് എംബ്രോയിഡറി വർക്ക് കൊടുത്തിട്ട് ഇതിലേക്ക് ഇതുപോലെ പ്ലേറ്റ്സ് വരുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ സ്ലീവിലേക്കും ഫുള്ളായിട്ടും ആ ഒരു ത്രെഡ് വർക്ക് വരുന്നുണ്ട്. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടാണ് വരുന്നത്. ബോഡി മാത്രമല്ല, ബോഡിയും സ്ലീവും എല്ലാം വിത്ത് ലൈനിങ്ങോട് കൂടിയിട്ടാണ് കേട്ടോ വരുന്നത്. എ ലൈൻ പാറ്റേണിലേക്കാണ് വരുന്നത്. അടുത്തത് നോക്കാം.
തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ റിവേഴ്സ് കോമ്പിനേഷൻ ആണ് കേട്ടോ ഇതിനകത്ത് വരുന്നത്. സെയിം തന്നെ എല്ലാ ഫീച്ചേഴ്സും വരുന്നു. ബാക്ക് സൈഡ് ഇതുപോലെ. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു പാറ്റേൺ ആണ്. അതൊരു പാർട്ടി വെയർ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. നല്ല ഹെവി ആയിട്ടുള്ള ഒരു ബീഡ് വർക്ക് അതിലേക്ക് പോകുന്നുണ്ട്. ഇത് ലൈനിങ് ഇല്ലാതെയാണ് കേട്ടോ വരുന്നത്. സ്ലീവ് ഇതുപോലെ 3/4 സ്ലീവ് ആണ് വരുന്നത്. ബാക്ക് സൈഡ് പ്ലെയിൻ ആയിട്ട് തന്നെ വരുന്നു. ഫ്രണ്ടിലേക്കാണ് ആ ഒരു പ്ലീറ്റ് പിന്നെ ഹെവി ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇതുപോലെ നല്ല എന്താ പറയുക, നല്ല കംഫർട്ടബിൾ ആയിട്ട് നമുക്ക് വെയർ ചെയ്യാൻ പറ്റുന്ന സെറ്റ് തന്നെ. പ്രിന്റഡ് ആയിട്ട് വരുന്ന ഒരു ഗ്രീൻ കളറിലേക്കാണ് വരുന്നത്. യോഗയിലേക്ക് ഇതുപോലെ ത്രെഡിൻ്റെയും മിറർ വർക്കും കൂടി വരുന്നുണ്ട്. ഇങ്ങനെ എലൈൻ പാറ്റേണിലേക്കാണ് കേട്ടോ വരുന്നത്. ബോഡിയും സ്ലീവും ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ഒരു റയോൺ മിക്സ് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ്. ലൈനിങ് ഇല്ലെങ്കിലും നല്ല ഹെവി ആയിട്ട് കിടന്നോളും. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് ഓഫ് വൈറ്റ് കളറിലേക്ക് ജോർജറ്റ് ഫാബ്രിക്കാണ് വരുന്നത്. ഇതുപോലെ പ്ലീറ്റ് ആയിട്ട് കുഞ്ഞു പ്ലീറ്റ് ഇട്ടിട്ട് നല്ല ഭംഗിയായിട്ട് ചെയ്തിരിക്കുന്നു. സ്റ്റീവ് ഇതുപോലെ നെക്കിലേക്ക് നല്ലൊരു ഓർഗൻസ ഫാബ്രിക്കിൽ ഒരു വർക്ക് ചെയ്ത ലേസ് ആണ് ആഡ് ചെയ്തേക്കുന്നത്. അത് തന്നെ സെയിം സ്ലീവ് എൻഡിലേക്കും ആഡ് ചെയ്തിട്ടുണ്ട്. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ബോഡി ലൈനിങ്ങോട് കൂട്ടിയിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് സ്ലബ് സിൽക്ക് ഫാബ്രിക്കിലേക്കാണ് കേട്ടോ. നല്ല ഭംഗിയായിട്ടുള്ള ഒരു മിറർ വർക്ക് ചെയ്ത് പാറ്റേണിലേക്കാണ് ഇത് വരുന്നത്. യോക്കിലേക്ക് ഇതുപോലെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സ്ലീവ് ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടും വരുന്നു. ബാക്ക് സൈഡ് ഇങ്ങനെയാണ് വരുന്നത്. ഇതുപോലെ സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. അടുത്ത നോക്കാം. നെക്സ്റ്റ് വരുന്നത് സ്ലബ് സിൽക്കാണ് മെറ്റീരിയൽ. നല്ല ഭംഗിയുള്ള ഒരു പിങ്ക് ഷെയ്ഡിലേക്ക് വരുന്നത്. ഇതുപോലെ ത്രെഡിന്റെ എംബ്രോയിഡറി വർക്ക് നല്ല ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. ബോഡി ലൈനിങ്ങോട് കൂടിയിട്ടും സ്ലീവ് ലൈനിങ് ഇല്ലാതെയും വരുന്നു. ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്, സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. സെമി സിൽക്ക് ഫാബ്രിക് നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് വെയർ ചെയ്യാൻ പറ്റുന്ന കോളറോട് കൂട്ടിയിട്ട് വരുന്ന കുർത്തിയാണ് കേട്ടോ. സെന്റർ ഇതുപോലെ ചെറിയൊരു കാന്ത സ്റ്റിച്ച് പോകുന്നുണ്ട്. ഷോ ബട്ടൺ കൊടുത്തിട്ടുണ്ട്. ഇതാ സ്ലീവ് ഇതുപോലെ 3/4 സ്ലീവ് വരുന്നു. ഇതുപോലെ ഒരു പടി കൊടുക്കുന്നുണ്ട് കേട്ടോ. ബാക്ക് സൈഡ് ഇങ്ങനെയാണ്, സ്ലിറ്റഡ് ആയിട്ടാണ് വരുന്നത്. ബോഡിയും ലൈനിങ് ഇല്ലാതെ, ബോഡിയിലും ഇല്ല സ്ലീവിലും ഇല്ല, ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് റയോൺ ഫാബ്രിക്കിലേക്ക് നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു ഗൗണൊക്കെ ആയിട്ട് വേണമെങ്കിൽ ഇടാൻ പറ്റുന്ന സെറ്റ് തന്നെയാണ്. ഈ ഒരു പോർഷനിലേക്ക് മുഴുവൻ ഇതുപോലെ സ്മോക്കി പാറ്റേൺ ആണ് വരുന്നത്. ലൈനിങ് ഇല്ലാതെയാണ് വരുന്നത്. 3/4 സ്ലീവ് വരുന്നു. ബാക്ക് സൈഡ് വരുന്നത് ഇങ്ങനെ നല്ല രസമായിട്ട് വരുന്ന ഒരു ബ്ലൂ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിൽ വരുന്ന സെറ്റാണ് കേട്ടോ. അടുത്തത് നോക്കാം. വരുന്ന റയോൺ ഫാബ്രിക്കിൽ നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ ആ ഒരു കളർ ചേഞ്ച് ആണ് കേട്ടോ. നല്ലൊരു ബ്ലൂവിൻ്റെ തന്നെ ഒരു ഡാർക്ക് ആൻഡ് ലൈറ്റർ കോമ്പിനേഷനിലേക്കാണ് വരുന്നത്. ഇതിൻ്റെ ഇതുപോലെ സ്മോക്കി പാറ്റേൺ ആണ് വരുന്നത് കേട്ടോ. നല്ല രസമായിരിക്കും നമ്മൾ വെയർ ചെയ്ത് കഴിഞ്ഞാൽ. നെക്സ്റ്റ് വരുന്ന റയോണിൽ വരുന്ന ഒരു ഫ്രോക്ക് ടൈപ്പ് കുർത്തിയാണ്. നല്ല ഭംഗിയായിട്ടുള്ള അജർപ്രിന്റ് അതിലേക്ക് പോകുന്നു. ഇതുപോലെ നെക്കിലേക്ക് ഇതുപോലെ നല്ല ഭംഗിയായിട്ട് മിറർ വർക്ക് ചെയ്തിട്ടുണ്ട്. സ്ലീവ് വരുന്നത് ചെറിയ സ്ലീവ് ആണ്, പഫ് സ്ലീവ് ആണ് വരുന്നത്. ഇതുപോലെ ബാക്ക് സൈഡ് ഇങ്ങനെ വരുന്നു. അതുപോലെ നമുക്കിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ചെറിയൊരു ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ട് അവൈലബിൾ ആണ് കേട്ടോ. അടുത്തത് നോക്കാം. നെക്സ്റ്റ് വരുന്നത് നമ്മൾ തൊട്ട് മുമ്പ് കണ്ടതിൻ്റെ കളർ ചേഞ്ച് ആണ്. നല്ലൊരു ബ്ലാക്ക് കളറിലേക്ക് വരുന്നു. സെയിം ഫീച്ചേഴ്സ് തന്നെയാണ് എല്ലാത്തിൻ്റെ ആയിട്ട്. ഇത് ബേസ് ബ്ലാക്ക് വരുന്നത് മാത്രമേ ഉള്ളൂ. ബാക്ക് സൈഡ് ഇതാ ഇങ്ങനെ വരുന്നു. നെക്കിലേക്ക് ആ ഒരു നല്ല ഭംഗിയായിട്ടുള്ള മിറർ വർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ കളക്ഷൻസിലുള്ളത്. ഏതെങ്കിലും നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനായിട്ട് ഡിസ്പ്ലേയിൽ 3 നമ്പേഴ്സ് അവൈലബിൾ ആണ്. ഏതെങ്കിലും ഒന്നിലേക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യാം. വാട്സപ്പ് ചെയ്യുമ്പോൾ മസ്റ്റായിട്ടും നിങ്ങൾ അതിൻ്റെ സൈസ് ഏതാണ് നിങ്ങൾക്ക് വേണ്ടതെന്ന് കൂടെ മെൻഷൻ ചെയ്താൽ മതി കേട്ടോ. താങ്ക്